വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി കേന്ദ്ര സർക്കാർ. വഖഫ് ബൈ യൂസർ എടുത്തു കളയുന്നത് മുസ്ലിങ്ങളുടെ അവകാശം ലംഘിക്കില്ല, നിയമം മുഴുവനായോ ഏതെങ്കിലും വകുപ്പുകളോ സ്റ്റേ ചെയ്യുന്നത് ശരിയല്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, ഗുഡ് ഈവനിംഗ്. ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതി കേന്ദ്രത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? ക്രിസ്ത്യൻ ഒരാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നായിരുന്നു കോടതി ഈ കേസ് പരിഗണിക്കവേ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ തൽസ്ഥിതി തുടരണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആ നിർദ്ദേശങ്ങൾ ഈ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഈ നിയമം മുഴുവനായോ ഏതെങ്കിലും വകുപ്പുകളോ സ്റ്റേ ചെയ്യുന്നത് ശരിയല്ല എന്ന കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ വഖഫ് ബൈ യൂസർ എടുത്തു കളയുന്നത് മുസ്ലിങ്ങളുടെ അവകാശം ലംഘിക്കലല്ല എന്ന് പറയുന്നുണ്ട്. തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങളാണ് നടക്കുന്നതെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ തന്നെ പാർലമെന്റിലും ലോക്സഭയിലുമൊക്കെ അടക്കം ഇത്തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര മന്ത്രിമാരുൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഭരണപക്ഷ നേതാക്കളടക്കം ഇത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനം, അത്തരത്തിലേക്കുള്ള അഭിപ്രായം സുപ്രീം കോടതിയിൽ കൂടി കേന്ദ്രം പറയുകയാണ്. തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങളാണ് നടക്കുന്നതെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ വഖഫ് സ്വത്തിന് രജിസ്ട്രേഷൻ നിർബന്ധമെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചിട്ടുണ്ട്. വാക്കാലുള്ള വഖഫ് അംഗീകരിക്കാനാവില്ലെന്നും കേന്ദ്രം മറുപടി നൽകിയിരിക്കുകയാണ്. വഖഫ് നിർവചനത്തിന് കാലാനുസൃതമായിട്ടുള്ള മാറ്റമുണ്ടാകണമെന്നും കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബോർഡിന്റെ ഭരണനിർവഹണത്തിൽ ഇടപെടുന്നതിനായല്ല, ഇതര മതത്തിൽ നിന്നുള്ള നിയമനം എന്ന കാര്യം കൂടി ഈ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരി, വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. മുസ്ലിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒന്നും ഈ വഖഫ് ഭേദഗതി നിയമത്തിലില്ല, അതിൽ ആശങ്ക വേണ്ട എന്ന തരത്തിലൊരു സത്യവാങ്മൂലമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്.